ഹായ് ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഷെർമില ഷെറി. പ്രോക്സിമ ലേണിംഗ് അക്കാദമിയുടെ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. നമുക്കിന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. അതിന്റെ മുൻപായിട്ട് എനിക്ക് ചെറിയൊരു ടിപ്പ് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളെല്ലാവരും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ PSC ആയാലും വേറെ എന്തൊരു ടോപ്പിക് ആയാലും വളരെ ആവേശമായിരിക്കും അല്ലെ. ഒന്ന് രണ്ട് ദിവസമൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതി വളരെ കൃത്യമായിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ എന്താണെന്നറിയില്ല, അതിനുള്ളൊരു ഉഷാർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങുക എന്നുള്ളത്. അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളത്. ചെറുപ്പത്തിൽ നമ്മൾ ഉമ്മമാര് പല്ലൊക്കെ തേപ്പിച്ച സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ, എണീറ്റ് വരാനും ആ പല്ല് തേക്കാനും ഒക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ആരും പറയണം, നമ്മൾ അറിയുന്ന പോലും ഇല്ല. നമ്മുടെ ബ്രെയിനിക്ക് നമ്മൾ ആ അറിവ് നമ്മൾ കൊടുക്കുന്നത് പോലുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് അത് പല്ല് തേക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേപോലെ ആയിരിക്കണം നമ്മുടെ ഈ PSC പഠനവും. ഞാനിത് ചെയ്യുകയാണല്ലോ, ഞാനത് പഠിക്കുകയാണല്ലോ, ഞാനിത് എഴുതുകയാണല്ലോ, ഇതിനായിട്ടൊരു സമയം മാറ്റി വെക്കണല്ലോ, അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരാനേ പാടില്ല. ഇത് റൂട്ടീനായിട്ട് ചെയ്യാം. നിങ്ങൾ രാവിലെ അടുക്കളയിലേക്ക് കയറുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെ ഏത് സമയത്തായാലും, നമ്മൾ ജോലി സമയത്തൊക്കെ ആയാലും ഹെഡ്സെറ്റ് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. ഞാൻ എന്നും ഇത് ചെയ്യും എന്നുള്ളൊരു തീരുമാനം, ഒരു ദൃഢനിശ്ചയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അതിനാണ് നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുന്നത്, ചെറിയ രീതിയിൽ പഠിച്ചു തുടങ്ങുന്നത്. PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ആദ്യം വരുമ്പോൾ നിങ്ങൾക്ക് കുറേ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വരിക. കുറേ പഠിക്കുക എന്നതിലല്ല, കുറച്ച് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുന്നത് കൂടെ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുകയും പിന്നീട് അത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം, നമ്മുടെ ശീലമായിട്ട് ഹാബിറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. നിങ്ങൾ എന്നും വീഡിയോസ് എന്ത് ചെയ്യുക, കുറച്ചുള്ള വീഡിയോസിന്റെ ലെങ്ത് ഉള്ളത് അതുകൊണ്ട് എന്നും കാണുക, ഇതിന് നോട്ട് എഴുതുക. അത് ആ പഠിപ്പിക്കുന്ന ആ സമയത്തിന് പഠിക്കാം. ഓക്കെ, നോട്ട് എഴുതി ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് പഠിക്കാം എന്നല്ല, നോട്ട് എഴുതിയാലും ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പഠിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാട്ടോ. കേരളത്തില് പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പിവെള്ള ബ്രാൻഡിന്റെ പേരെന്താണ്? കേരളത്തില് പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പിവെള്ള ബ്രാൻഡിന്റെ പേരെന്താണ്? ഹില്ലി അക്വ. എന്താണ്? ഹില്ലി അക്വ. എന്താണ്? ഹില്ലി അക്വ. ഒന്നും കൂടി, കേരളത്തിൽ പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പിവെള്ള ബ്രാൻഡിന്റെ പേര് എന്താണ്? ഹില്ലി അക്വ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മഹാബലേശ്വർ. എവിടെയാണ്? മഹാബലേശ്വർ. മഹാബലേശ്വർ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ് കേട്ടോ. മഹാബലേശ്വർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. സാധാരണ നമ്മള് ഹണി എന്ന് കേൾക്കുമ്പോൾ കരടിയല്ലേ ഓർമ്മ വരുന്നത്. കരടി നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോ തന്നെ നല്ല ബലമുള്ള നല്ല തടിയുള്ള ഒരു തണ്ടൊക്കെയുള്ള ജീവിയായിട്ടല്ല തോന്നുന്നത്. അപ്പൊ മഹാബലേശ്വർ, രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മഹാബലേശ്വർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലം എവിടെയാണ്? വാമനപുരം. എവിടെയാണ്? വാമനപുരം. എവിടെയാണ്? വാമനപുരം. ഈ പണ്ടത്തെ കാലത്ത് മനകൾ എന്നൊക്കെ പറയുന്നത് രാജാക്കന്മാരും തമ്പ്രാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന അല്ലെ, നമുക്ക് ഒരു മന നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഈ മനയിലായിരുന്നല്ലോ ചോദ്യോത്തരങ്ങളൊക്കെ നടത്തിയിരുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്താല് അതിന് ചോദ്യം ചെയ്യുകയും അതിനുള്ള പരിഹാരങ്ങൾ നൽകുകയും ചെയ്തിരുന്നത് മനയിലായിരുന്നല്ലോ. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലം, ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലം. അതായത് ഗ്രാമത്തിൽ എന്ത് ചെയ്യാണ്? ഒരു കോടതി. ഗ്രാമത്തിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ഒരു കോടതി. നമ്മൾ എന്താ കോഡ് വെച്ചത്? വാമനപുരത്തിലെ മന എടുത്തു അല്ലെ. സിനിമകളിൽ കാണപ്പെടുന്ന മനകളിലായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ഇത്തരം ചോദ്യങ്ങളും ചോദ്യോത്തരവേളകളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വാമനപുരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാനായി ഒരുങ്ങുന്നത് ഏത് വർഷമാണ്? ഇന്ത്യ ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാനായി ഒരുങ്ങുന്നത് ഏത് വർഷമാണ്? 2027. നമുക്ക് ചന്ദ്രയാൻ 3 കുറിച്ചൊന്ന് പറഞ്ഞാലോ. ചന്ദ്രയാൻ 3 2023 ജൂലൈ 14 നമ്മൾ വിക്ഷേപിച്ചത്. എന്നാണ്? 2023 ജൂലൈ 14. 2023 ഓഗസ്റ്റ് 23 അത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡ് നടത്തുകയും ചെയ്തു. ഒന്നുകൂടി, 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡ് നടത്തുകയും ചെയ്തു. ഇതിന്റെ ലാൻഡർ വിക്രം എന്നും റോവർ പ്രഗ്യാൻ എന്നും അറിയപ്പെട്ടു. ഒന്നും കൂടി, 2023 ജൂലൈ 14 ചന്ദ്രൻ നമ്മൾ വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡ് നടത്തി. ദക്ഷിണ ധ്രുവത്തിന് സമീപം വിജയകരമായിട്ട് സേഫ് ലാൻഡ് നടത്തിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ.
ദക്ഷിണ ധ്രുവത്തിന് സമീപം സേഫ് ലാൻഡ് നടത്തിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം നാലാമതായിട്ട് ലാൻഡിംഗ് നടത്തിയ രാജ്യമാണ് ഇന്ത്യ. നാലാമതായിട്ട് ലാൻഡിംഗ് നടത്തിയ രാജ്യമാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരി UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? 2025 ഫെബ്രുവരിയിൽ UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വൻ ശക്തിയായിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ. ഞങ്ങൾക്ക് ആരും വേണ്ട, ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഒറ്റാന്തടി എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ടല്ലോ. നമുക്ക് അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. 2025 ഫെബ്രുവരി UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് എന്ത് ചെയ്തു? പിന്മാറി. ഞങ്ങൾക്ക് ആരും വേണ്ട, ഞങ്ങൾ ഒറ്റക്ക് നിന്നോളൂ, ഞങ്ങൾക്ക് എല്ലാതും കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അവർ പിന്മാറിയത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ആണ് അമേരിക്ക. എന്താണ്? അമേരിക്ക. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും എത്ര റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങാനാണ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? അടുത്തിടെ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും എത്ര റഫാൽ വിമാനങ്ങൾ വാങ്ങാനാണ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? 26. എന്താണ് റഫാൽ വിമാനങ്ങൾ എന്ന് നോക്കിയാലോ. റഫാൽ വിമാനങ്ങൾ എന്ന് പറയുന്നത് യുദ്ധവിമാനങ്ങളാണ്. ഈ വിമാനങ്ങൾ വന്നതോട് കൂടിയിട്ട് വായു പ്രതിരോധ ശേഷി വർദ്ധിച്ചു, അതിർത്തി സുരക്ഷയിൽ വലിയ നേട്ടം കൈവരിച്ചു. പ്രധാനമായിട്ടും ചൈന, പാകിസ്ഥാൻ മേഖലയിൽ തന്നെ നമുക്ക് ഈ സുരക്ഷ നമുക്ക് എന്ത് ചെയ്തു? കൂടുതലാക്കാൻ കഴിഞ്ഞു. അവിടെ വലിയ നേട്ടം തന്നെയാണ് നമ്മൾ കൈവരിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നായിട്ട് മാറി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ശക്തമായിട്ടുള്ള ഏറ്റവും വലിയ വിമാനമായിട്ട് മാറാൻ ആർക്ക് കഴിഞ്ഞു? റഫേൽ വിമാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നികുതിയെ കുറിച്ചിട്ടാണ് കേട്ടോ. നികുതി സ്ലാബിലെ ഏതൊക്കെ ശതമാനങ്ങളാണ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയത്? 12%, 28%. നികുതി സ്ലാബിലെ ഏതൊക്കെ ശതമാനങ്ങളാണ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയത്? 12%, 28%. നിങ്ങൾ ഈയിടെയായിട്ട് വാർത്തകളിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് കാണുന്നതാണ്, സാധാരണക്കാർക്ക് വളരെ മെച്ചമുള്ള ഒരു GST നിരക്കാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 22-ാം തീയതിയാണ് ഇത് നിലവിൽ വരുന്നത്. നരേന്ദ്രമോദി ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഏതൊക്കെ സ്ലാബുകളാണ് ഒഴിവാക്കിയിട്ടുള്ളത്? 12%, 28%. എത്ര തരം സ്ലാബുകൾ ഉണ്ടായി? 4 സ്ലാബുകളാണ് ഉണ്ടായിരുന്നത്. 5%, 12%, 18%, 28%. ഇതിൽ ഏതൊക്കെ ഒഴിവാക്കിയത്? 12%, 28%മാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നാസയുടെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇന്ത്യൻ വംശജൻ ആരാണ്? നാസ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണല്ലോ നാസ. ഇതിന്റെ തലപ്പത്ത് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരു ഇന്ത്യൻ വംശജൻ കയറിയിട്ടുണ്ട്. അദ്ദേഹം ആരാണെന്ന് ചോദിക്കുന്നത്? അമിത ക്ഷത്രിയ ആണ്. അമിത ക്ഷത്രിയയാണ് ഇതിന്റെ തലപ്പത്ത് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് കയറിയിട്ടുള്ളത്. അല്ലെ, നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അമേരിക്കയിലെ നാസ ഏജൻസി എന്ന് പറയുന്നത് ബഹിരാകാശ ഏജൻസിയാണ്. അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളാണ് അമിത ക്ഷത്രിയ. ഞാൻ ക്ഷത്രിയ കുടുംബത്തിൽ വളർന്നവനാണ് എന്നൊക്കെ കേൾക്കാറില്ല നിങ്ങൾ? നമുക്ക് അങ്ങനെ കോഡൊക്കെ ഉണ്ടാക്കാം അല്ലെ. അമിത ക്ഷത്രിയ എന്നാണ്. അമിത ക്ഷത്രിയ.